എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന കഥ നമ്മുടെ രാമായണത്തിൽ നിന്നും എടുത്ത കുറച്ച് ഭാഗമാണ്. അപ്പോൾ എൻ്റെ തന്നെ കഥയാണ്. ഞാൻ ആ രീതിക്ക് ചെറിയ രീതിക്ക് ഒന്ന് വികസിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഊർമിളാദേവിയെക്കുറിച്ചുള്ളത്. ശ്രീരാമദേവനും ലക്ഷ്മണനും വനവാസത്തിന് വേണ്ടി കാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണപത്നി ഊർമിളാദേവിക്കുണ്ടാവുന്ന മാനസിക വിഷമം അതെങ്ങനെയിരിക്കും എന്നുള്ള ഒരു രീതിയാണ് ഈ കഥയിലൂടെ പ്രതിപാദിക്കുന്നത്. കഥ ഊർമിള. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യ അടവിൻ വിദ്ധി ഗച്ഛ താത യഥാസുഖം. രാമനെ സ്വന്തം പിതാവിനെ പോലെയും സീതയെ സ്വന്തം മാതാവിനെ പോലെയും വനത്തെ അയോധ്യയെ പോലെയും കാണുക. എൻ്റെ ലക്ഷ്മണ, പ്രിയപുത്ര, വത്സ, പോയി വരിക. നീ നിന്റെ ജ്യേഷ്ഠനെ അനുഗമിക്കുക, അദ്ദേഹത്തിൻ്റെ പാതകളിൽ സഹായിക്കുക. നിന്റെ ജ്യേഷ്ഠത്തി സീതാദേവിയെ നീ ദൈവത്തെപ്പോലെ കാത്തുകൊള്ളുക. സുമിത്രമാതാവിൻ്റെ ഈ വാക്കുകൾ ലക്ഷ്മണനോടാണ് പറയുന്നതെങ്കിലും അത് കാതുകളിലും ഹൃദയത്തിലും ആഞ്ഞുപതിച്ചത് ലക്ഷ്മണപത്നി ഊർമിളയിലേക്കായിരുന്നു. തൻ്റെ പ്രിയൻ ലക്ഷ്മണസ്വാമി ഇതാ തയ്യാറായിരിക്കുന്നു. തന്നെ ഇവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം ജ്യേഷ്ഠൻ ശ്രീരാമസ്വാമിയോടൊപ്പം വനവാസത്തിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു. കഷ്ടം. രാജകീയ വേഷങ്ങൾ അഴിച്ചുമാറ്റി വെറും മരവിരിയെടുത്ത് അതാ അദ്ദേഹം ശ്രീരാമസ്വാമിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിഴൽ പോലെ നിൽക്കുന്നു. ഊർമിളയുടെ കണ്ണുകൾ നിറഞ്ഞു. 1000 ചുറ്റിക കൊണ്ട് ശക്തിയായി ഒരുമിച്ചടിച്ച പോലെ തല വല്ലാതെ വിങ്ങി. സ്വാമി, പ്രിയനെ, എൻ്റെ പ്രാണനെ, എന്നെ തനിച്ചാക്കി എങ്ങനെ പോവാൻ അങ്ങേക്ക് മനസ്സ് വരുന്നു? അദ്ദേഹത്തിന് എന്നും ജ്യേഷ്ഠനാണ് പ്രധാനം, തനിക്കെപ്പോഴും 2ാം സ്ഥാനം മാത്രം. അവഗണനയല്ല പ്രിയപത്നി ഊർമിളെ, എൻ്റെ ജീവിതം മുഴുവൻ ശ്രീരാമസേവനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകം, നമ്മുടെ അയോധ്യ രാജ്യം, എന്തിനധികം നീ പോലും എനിക്ക് ശ്രീരാമസ്വാമിയെ കഴിഞ്ഞേയുള്ളൂ. എൻ്റെ മരണം വരെ ഞാൻ അതിനുവേണ്ടി ജീവിക്കും. അരുതേ സ്വാമി, എന്തിന് മരണത്തെക്കുറിച്ച് പറയുന്നു? അങ്ങയുടെ അഭിഷ്ടം എന്താണോ അത് ഞാനും അനുസരിക്കും, തീർച്ച. അന്നൊരു ദിനം പ്രിയൻ തൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. അത് തൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നന്മയുടെ മുമ്പിൽ തൻ്റെ ആശങ്കയാകുന്നു. ഇപ്പോൾ അത് തികച്ചും സത്യമായിരിക്കും. പിതാമഹൻ ദശരഥ മഹാരാജൻ തളർന്നു വീണ് കിടക്കുകയാണ്. രാജകൊട്ടാരവും രാജ്യവും ആകെ ദുഃഖത്തിലാണ്. കറുത്ത മഴമേഘങ്ങൾ അയോധ്യ രാജ്യത്തെ ആകെ പൊതിഞ്ഞിരിക്കുന്നു. പക്ഷിമൃഗാദികൾ പോലും നിശബ്ദമായിരിക്കുന്നു. കൊട്ടാരത്തിന് പുറത്ത് പ്രജകളുടെ കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. കൂടാതെ ശ്രീരാമനാമവും ലക്ഷ്മണനാമവും അവിടെ ആകെ മുഴങ്ങുന്നു. ദുഷ്ടയായ മന്ദരിയുടെ ഏഷ്ണിയാൽ എന്നോ മറന്നുപോയ വരം കൈകേയി അമ്മ പിതാമഹനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കുക, സ്വന്തം മകൻ ഭരതനെ രാജാവാക്കുക, അതായിരുന്നു ആ വരങ്ങൾ. അന്നേ ആ വരങ്ങൾ പിതാമഹൻ നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോഴിത് സംഭവിക്കില്ലായിരുന്നു. ഭരതജ്യേഷ്ഠൻ സ്ഥലത്തില്ല, ഉണ്ടെങ്കിൽ ഇതിന് സമ്മതിക്കില്ല. ഊർമിളയ്ക്ക് അത് ഉറപ്പായിരുന്നു. കൈകേയി അമ്മയുടെ ആ വാക്കുകൾ കാലം തെറ്റി വന്ന ഋതുക്കൾ പോലെ അയോധ്യയുടെ മേൽ ദുഃഖത്തിൻ്റെ കരിമ്പടം കൊണ്ട് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. കൈകേയിയമ്മേ, അമ്മയ്ക്കറിയുവാൻ സാധിക്കുമോ എൻ്റെ ഈ വേദന? കഷ്ടം. ദൈവമേ, എല്ലാവരേക്കാളും തനിക്കാണ് ശ്രീരാമസ്വാമിയുടെ വനവാസം ദുഃഖം സമ്മാനിക്കുന്നത്. ജ്യേഷ്ഠൻ ശ്രീരാമസ്വാമിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നി സീതാദേവിയും വനവാസത്തിനായി പോകുന്നുണ്ട്. എന്നാൽ തൻ്റെ ലക്ഷ്മണസ്വാമിയാവട്ടെ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. തനിക്കും തൻ്റെ ഭർത്താവിനെ അനുഗമിക്കാൻ അവകാശമില്ലേ? ഞാനും ഒരു പത്നിയല്ലേ? എനിക്കും എൻ്റെ സ്വന്തം ഭർത്താവിനെ സേവിക്കുവാൻ അവകാശമില്ലേ? എത്ര കാലം ഞാൻ അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കണം? 1-2 വർഷമല്ല, നീണ്ട 14 വർഷം നീളുന്ന ഈ അനാഥത്വം ഞാൻ എങ്ങനെ സഹിക്കും? ഞാനും വെറും ഒരു പെണ്ണല്ലേ? സ്വാമി, അങ്ങ് എന്നെ വിട്ടുപോകരുതേ, പോകരുതേ സ്വാമി.
അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് ഒന്നുകൂടി പ്രാർത്ഥിച്ചു. മിഥില രാജ്യത്തെ ജനകരാജാവിൻ്റെ മകൾ ഞാൻ ഊർമിള, സീതാദേവിയോടൊപ്പമോ അതിനു മുകളിലോ സ്ഥാനമുള്ളവൾ. സീതാ സ്വയംവരത്തോടൊപ്പം ലക്ഷ്മണസ്വാമി തന്നെയും സ്വയംവരം ചെയ്തു. എല്ലാം തികഞ്ഞിട്ടും ഒന്നുമല്ലാത്തവളായി താൻ ഈ നിമിഷം മാറിയല്ലോ. ഭർത്താവ് കൂടെയില്ലാത്ത ഭാര്യയ്ക്ക് ജീവിതത്തിൽ എന്തു സന്തോഷമാണ് ലോകത്തിൽ ലഭിക്കുക? ഇത്രയ്ക്ക് ദുഃഖം വേറാൻ ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? സ്വാമി, എന്നെയും അങ്ങയോടൊപ്പം കൂട്ടണേ. ഞാൻ വരുന്നു. ഈ ഉള്ളവൾക്ക് രാജ്യവും രാജസുഖവും ഒന്നും വേണ്ട. അങ്ങയുടെ സാമീപ്യം അത് മാത്രം മതി. ഊർമിളാദേവിയുടെ കണ്ണുകളിൽ നിന്ന് ചൂട് കണ്ണുനീരൊഴുകി. അതാ തൻ്റെ പ്രിയൻ തൻ്റെ അടുത്തേക്ക് മന്ദം മന്ദം നടന്നു വരുന്നു. ഒരുപക്ഷേ തന്നെ കൂടെ കൂട്ടുവാനായിരിക്കും. പ്രാണപ്രിയ, ഇതാ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് പറയുന്ന നിമിഷം ഞാൻ ഈ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കാം, അങ്ങയെ അനുഗമിക്കാം. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. കണ്ണുകൾ വികസിച്ചു. ശ്വാസം ഉയർന്നു താഴ്ന്നു. അദ്ദേഹം തന്നെ ഒപ്പക്കൂട്ടാതിരിക്കില്ല. അത്രയ്ക്ക് മനസ്സലിവ് ഇല്ലാത്തവനല്ല തൻ്റെ പ്രിയൻ, അവൾ പ്രത്യാശിച്ചു. ലക്ഷ്മണസ്വാമി ഊർമിളയുടെ അരികിലേക്ക് എത്തി. ആ മുഖത്ത് എന്തൊരു തേജസ്! അയോധ്യയോ തന്നെയോ വിട്ടുപോകുന്ന ദുഃഖമോ നൈരാശ്യമോ ആ മുഖത്തില്ല. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന സൂര്യ തേജസ് മാത്രം നിറഞ്ഞു കവിയുന്നു. പ്രാണപ്രിയനെ, ലക്ഷ്മണസ്വാമി, ആ പാദങ്ങളിൽ എൻ്റെ ജീവിതം ഞാൻ അടിയറ വയ്ക്കുന്നു. ഈ പാവം ഊർമിളയെ ഉപേക്ഷിച്ചു പോകരുതേ. പ്രിയേ, ഊർമിളെ, ലക്ഷ്മണ രാജകുമാരൻ പതിയെ വിളിച്ചു. സ്വാമി, ഊർമിളയ്ക്ക് വാക്കുകൾ മുഴുവനാക്കുവാൻ സാധിച്ചില്ല. പ്രിയേ, ഞാൻ ജ്യേഷ്ഠനെയും സീതാദേവിയെയും അനുഗമിക്കുകയാണ്. അറിഞ്ഞിരിക്കുമല്ലോ, ഞങ്ങളുടെ മടക്കം പെട്ടെന്നുണ്ടാവില്ല. 14 വർഷം നീളുന്നതാണത്. ലക്ഷ്മണൻ ഒന്ന് നിർത്തി. സ്വാമി, ഞാൻ പറയൂ പ്രിയേ. ലക്ഷ്മണൻ ചോദ്യഭാവത്തിൽ ഊർമിളയെ നോക്കി. സ്വാമി, അങ്ങ് ഈ ഉള്ളവളെയും അങ്ങയോടൊപ്പം വരുവാൻ അനുവദിക്കണം. അങ്ങില്ലാതെ എനിക്ക് ഇവിടെ ഒരു നിമിഷം പോലും വയ്യ. സ്വാമി, കനിവുണ്ടാവണം. സ്വാമി, കനിവ്. എന്നെയും കൂടെ കൊണ്ടുപോകൂ. അങ്ങില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? കരഞ്ഞുകൊണ്ടാണ് ജനകരാജകുമാരി അത്രയും പറഞ്ഞത്. പ്രിയേ, എന്ത് അവിവേകമാണ് പറയുന്നത്? നീ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമുള്ള യാത്രയല്ല ഞങ്ങളുടേത്. വന്യമൃഗങ്ങളും ദുഷ്ടരാക്ഷസന്മാരുമുള്ള കൊടും വനത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അവിടെയാണ് ഇനി രാത്രിയും പകലും കഴിയേണ്ടി വരിക. അതുമാത്രമല്ല ദേവി, പ്രിയേ, നീ എൻ്റെ കൂടെ വന്നാൽ നമ്മുടെ വൃദ്ധമാതാക്കളെ ആര് പരിപാലിക്കും? ദേവി ഇവിടെ നിൽക്കണം. കണ്ണടച്ചു തുറക്കും മുൻപ് 14 വർഷം കഴിയും. ആ നിമിഷം ഞാനെത്തും. ദേവി കാത്തിരിക്കൂ. സ്വന്തം ഭർത്താവിനെ പരിപാലിക്കുന്നതിനേക്കാൾ ഒരു ഭാര്യയ്ക്ക് അവരുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം. ദേവിക്ക് അതിന് സാധിക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ലക്ഷ്മണൻ്റെ വാക്കുകൾ വ്യക്തവും ദൃഢവുമായിരുന്നു. സ്വാമി, ഈ ഉള്ളവളെ ഉപേക്ഷിക്കരുത്. എൻ്റെ അപേക്ഷ നിഷ്കരുണം തട്ടിക്കളയരുത് പ്രിയനെ. ഊർമിള വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുമ്പ് ലക്ഷ്മണൻ തടസ്സം നിന്നു. ദേവി, എൻ്റെ തീരുമാനം ഉറച്ചതാണ്. ദേവി എന്നോടൊപ്പം വരേണ്ടതില്ല. ഇവിടെ ഈ അയോധ്യയിൽ തുടരുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നെ ജ്യേഷ്ഠനോടൊപ്പം പോകുവാൻ പരിപൂർണ മനസ്സോടെ അനുവദിക്കുക. അതുമാത്രമാണ് എനിക്കിപ്പോൾ ആവശ്യം. അതാണ് ഒരു ഭാര്യ എന്ന നിലയിൽ ദേവിയുടെ കടമ. ലക്ഷ്മണൻ്റെ ശബ്ദം കുറച്ച് ഉച്ചത്തിലായിരുന്നു. ലക്ഷ്മണൻ്റെ ഹൃദയവും വല്ലാതെ വേദനിച്ചിരുന്നു. പക്ഷേ ആ മുഖത്ത് അതിൻ്റെ ചെറിയൊരു ചാഞ്ചല്യം പോലും പ്രതിഫലിച്ചില്ല. അദ്ദേഹം തിരികെ ശ്രീരാമദേവൻ്റെ അരികിലെത്തി ഇടത്തുഭാഗത്ത് നിലയുറപ്പിച്ചു. സദസ്സിൽ ശംഖുനാദം ഉച്ചത്തിൽ മുഴങ്ങി. ശ്രീരാമസ്തുതികളും സീതാസ്തുതികളും ലക്ഷ്മണസ്തുതികളും ഇടവിട്ടുയർന്നു. ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ഒരുമിച്ച് സദസ്സിനെ തൊഴുതു വണങ്ങി. ഗുരുവരന്മാർ അവരെ അനുഗ്രഹിച്ചു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ശ്രീരാമനും സീതാദേവിയും മുൻപിലും ലക്ഷ്മണൻ അവർക്ക് പിറകിലുമായി അതിവേഗം കൊട്ടാരത്തിന് പുറത്തേക്ക് നടന്നു.
സദസ്സിലെ പ്രധാനികളും ധാരാളം പ്രജകളും വിലപിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചു. ആ യാത്ര കാഴ്ചയിൽ നിന്നും മറയുവോളം കാണുവാനായി ഊർമിളാദേവി കൊട്ടാര മട്ടുപ്പാവിലേക്ക് ഓടിക്കയറി. അതാ തൻ്റെ പ്രിയൻ, തൻ്റെ പ്രാണൻ തന്നിൽ നിന്ന് അടർന്നടന്നു പോകുന്നു. അദ്ദേഹം ഒരിക്കലെങ്കിലും തന്നെ തിരിഞ്ഞു നോക്കുമോ? ഈ ഭാഗ്യമില്ലാത്തവളെ ഒന്ന് കടാക്ഷിക്കുമോ? അവൾ വല്ലാതെ ആഗ്രഹിച്ചു. അവർ കണ്ണിൽ നിന്നും മറയുവോളം ഇമചിമ്മാതെ ദേവി ആ യാത്ര കണ്ടു നിന്നു. അന്നേരം മതിൽക്കെട്ടിന് അരികിലുള്ള പക്ഷിക്കൂട്ടിൽ നിന്ന് ഇണക്കിളികളിലൊന്ന് തുണയെ വിട്ട് പറന്നു പോകുന്നത് അവൾ കണ്ടു. തന്നെ വിട്ടു പറന്നു പോകുന്ന ഇണയെ നോക്കി തുണപ്പക്ഷി വല്ലാത്ത ശബ്ദത്തിൽ കരയുന്നത് അവൾ കേട്ടു. ഞാനും ആ പക്ഷിയെ പോലല്ലേ ദേവകളെ, എൻ്റെ ഇണയും എന്നെ വിട്ടു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഊർമിളാദേവിയുടെ ശരീരം കുഴഞ്ഞു. തളർന്ന് താഴേക്ക് വീഴാതിരിക്കാനായി അവൾ കരിങ്കിൽ തൂണിൽ അമർത്തിപ്പിടിച്ചു. ഇല്ല, തൻ്റെ കൈകൾക്കോ കാലുകൾക്കോ എന്തിന് ശരീരത്തിന് പോലും ഒട്ടും ബലമില്ല. താനിപ്പോൾ നിർജീവമാണ്. ദേവിയുടെ കണ്ണുകൾ ഇരുൾ പടർന്നു. സ്വാമീ, പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രാണനെ, സ്വാമീ. ബോധം മറയുവോളം ആ വാക്കുകൾ അവൾ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു. ഊർമിളാദേവിയുടെ കഥ ചെറിയ ഒരു രീതിയിലുള്ള വ്യസനം ഞാൻ ഈ കഥാരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചാണ്. രാമായണത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. ലക്ഷ്മണസ്വാമി അവർ വനവാസം കഴിയുന്നവരെ ദേവി വളരെ ഉറക്കത്തിലായിരുന്നു എന്നാണ്. അതായത് ലക്ഷ്മണൻ്റെ പാതി ഉറക്കം ഊർമിളാദേവിക്ക് വരത്താൽ കൊടുത്തു എന്നും കൂടി ആ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ കഥയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.